ഗസ വാറിനെ പറ്റി പറയുമ്പോൾ ഗസ എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തോടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധമല്ല. ഒരു 1,500 ചതുരശ്ര കിലോമീറ്ററിനകത്ത് ജീവിക്കുന്ന 10-20 ലക്ഷം മനുഷ്യരുടെ മേലെ ഏകപക്ഷീയമായി ബോംബ് വർഷിക്കുന്ന ഒരു പരിപാടിയാണ്. ഇതങ്ങനെയല്ല, ഇത് യഥാർത്ഥത്തിൽ യുദ്ധമാണ്. ഇസ്രായേലിനെ പോലെ മറ്റൊരു പരമാധികാര രാജ്യവുമായുള്ള യുദ്ധമാണ്. അപ്പോൾ ഈ യുദ്ധത്തിന് തിരിച്ചടി ഉണ്ടാകും. അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ട് അടി ഉണ്ടാകും. ഇപ്പോൾ നോക്കുക, ഇന്ന് പുറത്തുനിന്നൊരു വാർത്ത, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനമാണ് വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ആ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ 90% തകർന്ന് തരിപ്പണമായി പോയി. അതായത് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റികളെയും അവരുടെ ആണവശാസ്ത്രജ്ഞന്മാരെയും വധിച്ചതിന് ഇവർ നൽകിയ തിരിച്ചടി. അതായത് യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള അവരുടെ ഫണ്ടിങ് കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഈ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് ക്യാൻസർ ഗവേഷണം, ക്യാൻസർ മരുന്നുകളുടെ ഗവേഷണം, അതുപോലെ ലൈഫ് സയൻസ്. അതായത് ഇസ്രായേലിൻ്റെ ജൂവൽ എന്നാണ് അറിയപ്പെടുന്നത്, ജൂവൽ ഓഫ് സയൻസ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് പൂർണ്ണമായും തകർന്നു പോയിട്ടുള്ളത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞന്മാർ 2 വർഷം മുമ്പ് 2023 ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. ഒരു കാരണവശാലും ശാസ്ത്രജ്ഞന്മാർ ഗസ ഇൻവേഷനെ പിന്തുണയ്ക്കരുത്, ഗസയ്ക്ക് മേലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പിന്തുണയ്ക്കരുത്. കാരണം അത് ഇസ്രായേലിലെ ശാസ്ത്ര ഗവേഷണങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. ഇസ്രായേലിലെ ഏറ്റവും വലിയ ശാസ്ത്ര ഗവേഷണ സ്ഥാപനം തകർന്ന് തരിപ്പണമായി പോയിരിക്കുന്നു. അപ്പോൾ ഇത് ചെറിയ ഇമ്പാക്റ്റുള്ള ഇപ്പോൾ നമ്മൾ ഇസ്രായേലിന് പുറത്തു വരുന്ന വാർത്ത, ഇസ്രായേൽ മരണസംഖ്യ കുറവായിരിക്കും. ഇറാൻ്റെ 10-11 മരണങ്ങളെ ഇസ്രായേൽ നടന്നിട്ടുള്ളൂ. പക്ഷേ ഇസ്രായേലിൽ ഉണ്ടായിട്ടുള്ള എന്താണ് പറയുക ഡാമേജുകൾ, ആ ഡാമേജുകളുടെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ ഈ വെയ്സ്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മിസൈൽ വീണത് യുദ്ധം തുടങ്ങുന്ന സമയത്താണ്. ആ തുടക്കത്തിലുള്ള മിസൈൽ ആക്രമണത്തിലാണ് താഴ്ന്നത്. ഇന്നലെയാണ് ആ വാർത്ത പുറത്തു വരുന്നത്. അപ്പോൾ ഇനിയും അവിടെ ഉണ്ടായിട്ടുള്ള ഭീകരമായ ആക്രമണങ്ങളുടെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാതിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം, ഒറ്റയ്ക്ക് ഞങ്ങൾ ഇറാനെ അടിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് എത്ര ദിവസം ഇസ്രായേലിനെ അടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഇറാനും എത്ര നാൾ കഴിയും എന്ന ക്വസ്റ്റ്യനുണ്ട്. 2 രാജ്യങ്ങൾക്കും ദീർഘനാൾ അങ്ങനെ യുദ്ധം ചെയ്ത് നിൽക്കാനും കഴിയില്ല മറ്റ് രാജ്യങ്ങളുടെ പിന്തുണയില്ലാതെ. ഇപ്പോൾ അമേരിക്ക ഡയറക്റ്റ് കളത്തിൽ ഇറങ്ങി കളിച്ചിട്ടില്ലെങ്കിൽ പോലും അമേരിക്കയുടെ സഹായം ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിന് ഇൻ്റലിജൻസ് ഷെയറിങ് നടക്കുന്നുണ്ട്. ഇൻ്റലിജൻസ് വിവരങ്ങൾ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന് ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഇസ്രായേലിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്ററേനിയൻ കടലിലും അതുപോലെ അറബിക്കടലിലുമെല്ലാം ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും സൈനിക സാന്നിധ്യവുമുണ്ട്. അതായത് ഒരു വലിയ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ തടയാൻ പാകത്തിന് അവർ തടയുന്നുമുണ്ട്, ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്, മിസൈലുകൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഡയറക്റ്റ് ഇൻവോൾവ്മെൻ്റ് ഇല്ലാന്നേ ഉള്ളൂ. എന്നിട്ട് പോലും അമേരിക്ക വേണം, അമേരിക്കയുടെ സഹായം വേണമെന്ന് ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. അതിനർത്ഥം ഇത് ഇന്നൊരു ട്വിറ്ററിൽ കണ്ടൊരു വീഡിയോ ഉണ്ട്. ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ഒരു ക്ലിഫിൽ നിന്ന് താഴെ കടലിലേക്ക് ചാടുന്നൊരു വീഡിയോ ദിവ്യ കണ്ടിട്ടുണ്ടാവും. അതായത് ചാടിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാത്രം ചാടുക, മറ്റേ ആളവിടെ നിൽക്കുക. അതേ അവസ്ഥയാണ് ഇപ്പോൾ ഇറാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. ഇതൊരു ഊരാക്കുടുക്കാണ് ഇസ്രായേലിനെ സംബന്ധിച്ച്. ഇസ്രായേൽ അത് യുദ്ധം അല്ലെങ്കിൽ തുടങ്ങാൻ എളുപ്പമാണ്, യുദ്ധം അവസാനിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. അതെല്ലാ യുദ്ധങ്ങളിലും എല്ലാ രാജ്യങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാഠമാണ്. ഇപ്പോൾ റഷ്യ ആവട്ടെ, യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുകയാണ്. യുക്രൈനിൽ യുദ്ധം തുടങ്ങാൻ എളുപ്പമായിരുന്നു, പക്ഷേ യുക്രൈനിൽ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. അത് എല്ലാ യുദ്ധത്തിൻ്റെയും പ്രശ്നമാണ്. ഇറാഖിൽ അമേരിക്കയിൽ 10 വർഷം എടുത്തോണം ഊരിപ്പോരാൻ, അഫ്ഗാനിസ്ഥാനിലും 10 വർഷം എടുത്തു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏത് യുദ്ധവും തുടങ്ങാൻ എളുപ്പമാണ്, ഊരിപ്പോരാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഇസ്രായേൽ പഠിക്കുന്ന അവസാന സമയമാണ്.